ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പേജ് 25 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ സ്ക്വയേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ചിത്രങ്ങളുണ്ട്. 1, 2, 3. ഇതിൻ്റെ ഏരിയയും ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആണ് കാണാൻ പറഞ്ഞത്. ചോദ്യം വായിച്ചായിരുന്നല്ലോ. ഈ 3 ചിത്രത്തിലും ഏരിയ ഓഫ് സ്ക്വയറും ലെങ്ത് ഓഫ് ദ സൈഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, 1, 1. അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും? റൂട്ട് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര? 1 + 1 2. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് എത്ര വരും? റൂട്ട് 2 വരും അല്ലേ? അപ്പം റൂട്ട് 2ഉം 1ഉം വെച്ചിട്ട് ചെയ്യണം. റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. 2, 1, 3. അപ്പോൾ സൈഡ് 3 ആകുമ്പോൾ, സൈഡ് സ്ക്വയർ 3 ആകുമ്പോൾ ഈ സൈഡ് എത്ര? റൂട്ട് 3 വരും. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ സൈഡ് എന്താ എഴുതാം? റൂട്ട് 3ഉം ഏരിയ റൂട്ട് 3 ഇൻറ്റു റൂട്ട്. നമുക്ക് ലെങ്ത് ഓഫ് ദ സൈഡ് എന്താ എഴുതാം? ലെങ്ത് ഓഫ് ദ സൈഡ് length of the side equals root 3. Therefore area equals side into side, root 3 into root 3. Root 3 into root 3 എത്ര വരും? root 3 into root 3 is 3. 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാദ്യത്തെ പടത്തിൽ. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ. രണ്ടാമത്തെ ചിത്രത്തിൽ ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഇവിടെ റൂട്ട് 2 നമ്മൾ കണ്ടുപിടിച്ച്, ഇവിടെ റൂട്ട് 3ഉം കണ്ടുപിടിച്ച്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ റൂട്ട് 3ഉം 1ഉം കൂടെ എടുത്ത് ഈ സൈഡ് കണ്ടുപിടിക്കണം. റൂട്ട് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 3ൻ്റെ സ്ക്വയർ എത്ര? 3. 3 + 1 എത്ര കിട്ടും? 4. അപ്പം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് റൂട്ട് ഓഫ് 4. റൂട്ട് ഓഫ് 4 എന്ന് പറയുമ്പോൾ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ റൂട്ട് 4 എന്നും എഴുതാം. ലെങ്ത് ഓഫ് ദ സൈഡ്, ലെങ്ത് ഓഫ് ദ സൈഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 ഈക്വൽസ് 2 മീറ്റർ. therefore നമുക്ക് എന്താ എഴുതാം? ഏരിയ എഴുതാം അല്ലേ? therefore ഏരിയ ഈക്വൽസ് സൈഡ് ഇൻറ്റു സൈഡ്, റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ഇൻറ്റു 2 എന്നും എഴുതാം. ഈക്വൽസ് റൂട്ട് 16 ഈക്വൽസ് 4 മീറ്റർ. എല്ലാ യൂണിറ്റും മീറ്ററല്ല, ഇവിടെ സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ്. മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത മൂന്നാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രത്തിലും കണ്ടിന്യൂഷനാണ്. നമ്മളിവിടെ റൂട്ട് 2 കണ്ട്, റൂട്ട് 3 കണ്ട്, ഇത് റൂട്ട് 4. റൂട്ട് 4ഉം 1ഉം വെച്ചിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കണം. റൂട്ട് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 4ൻ്റെ സ്ക്വയർ 4 + 1. 4 + 1 എന്ന് പറയുമ്പോൾ എത്ര? 5 വരും അല്ലേ? അപ്പം ഈ സൈഡ് സ്ക്വയറിന് 5 എന്ന് കിട്ടുമ്പോൾ സൈഡ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 5. നമുക്ക് റൂട്ട് 5 എന്ന് എഴുതാം. Length of the side, length of the side equals root 5 meter ആണ്. therefore area side into side, root 5 into root 5 എത്ര വരും? 5 എന്ന് വരും. 5 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ ചോദ്യത്തിലെ 3 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ റൂട്ട് 2 ആൻഡ് ലെസ് ദാൻ റൂട്ട് 3. അതായത് റൂട്ട് 2ൻ്റെയും റൂട്ട് 3യുടെയും ഇടയ്ക്കുള്ള 3 ഫ്രാക്ഷൻസ് എഴുതാനാണ് പറയുന്നത്. റൂട്ട് 2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414.
√3 1.732. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന 3 പേര് 3 ഫ്രാക്ഷൻ എഴുതാനാ പറയുന്നത്. നമുക്ക് ആദ്യം ഡെസിമൽ എഴുതാം. 1.4 കഴിഞ്ഞ് 1.5 ഉണ്ട്, 1.6 ഉണ്ട്, 1.7. 1.7 എന്ന് പറയുമ്പോൾ 1.700 ആയിരിക്കും ഇവിടെ. അപ്പം ഇതിനെല്ലാം നമുക്ക് ഫ്രാക്ഷൻ ആക്കണം. ഒരു പ്ലേസ് ഡെസിമൽ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 10. 2 പ്ലേസ് ആണെങ്കിലോ ഡിവൈഡ് ബൈ 100. 3 പ്ലേസ് ആണെങ്കിലോ ബൈ 1000. ഇത് നമുക്ക് ചെറുതാക്കാം. മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 3 5 2 3/2 എന്ന് കിട്ടും. 1.6 നമുക്ക് എങ്ങനെ എഴുതാം? 16/10. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/5 എന്ന് കിട്ടും. 1.7 നമുക്ക് എന്ത് എഴുതാം? 17/10 എന്ന് എഴുതാം. അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് 3 ഫ്രാക്ഷൻസ് കിട്ടിയത് ഏതൊക്കെയാണ്? 3/2, 8/5 and 17/10 are the 3 fractions between √2 and √3. √2ന്റെ √3യുടെ ഇടയ്ക്കുള്ള 3 ഫ്രാക്ഷൻസ് ഇതൊക്കെയാണ്. അപ്പം ഈ എക്സസൈസിലെ 4 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസും പോർഷൻസും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ.